പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഫ്യൂസ് KSEB ഊരിയതിൽ പ്രതിഷേധിച്ചായിരുന്നു KSU പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത്. മെഴുകുതിരികൾ കൈകളിലേന്തിയായിരുന്നു സമരം. $64,271 രൂപയാണ് KSEBയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അടയ്ക്കാനുള്ളത്. എത്ര മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും KSU ജില്ലാ കമ്മിറ്റി അടയ്ക്കുമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ, KSU ജില്ലാ പ്രസിഡന്റ് അലൻ ജോ മൈക്കിൾ എന്നിവർ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. കാര്യം ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ഇവിടെ കറണ്ട് ഇല്ല, മറ്റ് ഓഫീസിന്റെ പ്രവർത്തനം എല്ലാം നിലച്ചിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ വരുന്ന നൂറുകണക്കിന് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ അവരുടെ വാല്യുവേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് പുതിയ സ്ഥാനകയറ്റം മറ്റു കാര്യങ്ങൾ എല്ലാം അധ്യാപകർ മാറുന്നു, പുതിയതായിട്ട് HMമാർ വരുന്നു. അങ്ങനെ ഓഫീസിന് അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മുൻപോട്ട് പോകുന്ന ഒരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഈ സ്ഥാപനത്തിൽ ഫ്യൂസ് ഊരിക്കൊണ്ട് പോയത് പ്രത്യേകിച്ച് പ്രതിഷേധാർഹമായ കാര്യമാണ്. KSU ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇത് ഗവൺമെന്റിന് ഈ പൈസ അടച്ച് ഈ ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഗവൺമെന്റിന് ആ പൈസ അടയ്ക്കാനില്ല എങ്കിൽ ആ പൈസ ഏറ്റെടുക്കാനും അത് അടയ്ക്കാനും KSU ജില്ലാ കമ്മിറ്റി തയ്യാറാണ്. അത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയുകയാണ്, KSU ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ. പ്രവർത്തകരെ മാറ്റാൻ പോലീസ് സ്ഥലത്തെത്തി. ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെയാണ് സമരം നടത്തിയതെന്നായി KSU നേതൃത്വം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്ന് വ്യക്തമാക്കി KSU പ്രവർത്തകർ തൽക്കാലം സമരം അവസാനിപ്പിച്ചു. KSEBക്ക് അടയ്ക്കാനുള്ള തുക വിദ്യാഭ്യാസ വകുപ്പ് അടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ KSU ജില്ലാ കമ്മിറ്റി അപ്പണം സ്വരൂപിച്ച് അടയ്ക്കുമെന്നാണ് KSU ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.